ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൂട്ടി ഫ്രൂട്ടി കേക്കാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കാതാണ് ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുപോലെ നല്ല സോഫ്റ്റാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ കടയിൽ നിന്ന് മേടിച്ച തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 കപ്പ് ലൈറ്റ് ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് സ്മൂത്ത് ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഇതുപോലെ സ്മൂത്തായി കിട്ടും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സ്പാറ്റിൽ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം ഇതുപോലെ കട്ടിയുള്ള മാവായിരിക്കും. അപ്പോൾ അതൊന്ന് നമുക്ക് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാലായാലും മതിയാവും. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം മിക്സ് ചെയ്ത ഒരു മീഡിയം തിക്ക് ബാറ്റർ ആയിരിക്കണം. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. അപ്പം ഒരു അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മീഡിയം തിക്കായിട്ടുള്ള ബാറ്ററാണ്. അതിലേക്ക് 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്ത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പോൾ അങ്ങ് ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് ചെയ്യുമ്പോൾ ഈ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ താഴെ പോകും. അങ്ങനെ അഥവാ ഇനി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഇടുമ്പോൾ കുറച്ച് മൈദ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇടുക. ഇനി ഇത് നമുക്ക് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ടൊരു ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം മേലെ ഈ സ്പാറ്റില വെച്ച് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടും ഒരുപോലെ ഇരിക്കും മേൽഭാഗമൊക്കെ. ഇനി അതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 പ്രാവശ്യം ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇനി നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്തിടുക 10 മിനിറ്റ്. അതിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് 175 ഡിഗ്രി സെൽഷ്യസിൽ 35 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് മുട്ട വെച്ച് നമ്മൾ ചെയ്യുന്ന കേക്കിനേക്കാളും അകമൊക്കെ കുറച്ചുകൂടെ നല്ല ഒരു സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു കേക്കിന്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അതുപോലെ ടൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നതുകൊണ്ട് പ്രത്യേകം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും. നല്ലൊരു മധുരമൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് കുക്കറിൽ ഓവനില്ലാതെ വേണമെങ്കിൽ കുക്കറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.